തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഏവർക്കും ഹോശന്നാ പെരുന്നാളിൻ്റെ ആശംസകൾ നേരുന്നു. വിശുദ്ധ മർക്കോസ് എഴുതിയ സുവിശേഷം 11-ാം അധ്യായം 7 മുതൽ 10 വരെയുള്ളതായ വാക്യങ്ങൾ. അവർ കഴുതക്കുട്ടിയെ യേശുവിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. തങ്ങളുടെ വസ്ത്രം അതിന്മേലിട്ടു. അവൻ അതിന്മേൽ കയറിയിരുന്നു. അനേകർ തങ്ങളുടെ വസ്ത്രം വഴിയിൽ വിരിച്ചു. മറ്റു ചിലർ പറമ്പുകളിൽ നിന്ന് ചില്ലിക്കൊമ്പ് വെട്ടി വഴിയിൽ വിതറി. മുമ്പും പിമ്പും നടക്കുന്നവൻ ഹോശന്നാ, കർത്താവിൻ്റെ നാമത്തിൽ വരുന്നവൻ വാഴ്ത്തപ്പെട്ടവൻ, വരുന്നതായ രാജ്യം നമ്മുടെ പിതാവായ ദാവീദിൻ്റെ രാജ്യം വാഴ്ത്തപ്പെട്ടുമാറാകട്ടെ, അത്യുന്നതങ്ങളിൽ ഹോശന്നാ എന്ന് ആർത്തുകൊണ്ടിരുന്നു. ഹോശന്നാ എന്ന പദത്തിൻ്റെ അർത്ഥം ഇപ്പോൾ രക്ഷിക്കുക എന്നുള്ളതാണ്. കുരുത്തോല നന്മയുടെയും വിജയത്തിൻ്റെയും പ്രതീകമാകുന്നു എന്നുള്ളതാണ്. കഴുതക്കുട്ടി പ്രവചനങ്ങളുടെ പൂർത്തീകരണമാകുന്നു എന്നുള്ളതാണ്. ഒരു ജനതയുടെ സ്വപ്നങ്ങളുടെയും പ്രതീക്ഷകളുടെയും സാക്ഷാത്കാരമാണ് ഹോശന്നാ എന്ന് പറയുന്നത്. ഹോശന്നാ അർത്ഥപൂർണമാകുന്നത് യേശുക്രിസ്തു വരുന്നതായ ആ രാജ്യം പ്രതീക്ഷയുടെയും സ്വപ്നങ്ങളുമുള്ളതായ ഒരു ജനതയുടെ സാക്ഷാത്കാരമാകുന്നു എന്നുള്ളതാണ്. അവർ വിളിച്ചു പറയുന്നത്, ഈ രക്ഷകൻ ഞങ്ങളെ സംരക്ഷിക്കും എന്നുള്ളതായ, ഈ രക്ഷകനിലൂടെ ഞങ്ങൾക്ക് വീണ്ടെടുപ്പും വിമോചനവും സാധ്യമാകുമെന്നുള്ളതായ പ്രതീക്ഷയാണ് അവർ വിളിച്ചു പറയുന്നത് ഹോശന്നാ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഹോശന്നായിലൂടെ നമുക്ക് അർത്ഥപൂർണമായി തീരുന്നത് വിജയത്തിൻ്റെയും നന്മയുടെയും പ്രതീകമായി, അതിൻ്റെ സാക്ഷാത്കാരമായി തീരുന്നു എന്നുള്ളതാണ്. ഹോശന്നാ എന്ന പദം കൊണ്ട് അർത്ഥപൂർണമാക്കുന്നത് കർത്താവ് ഇപ്പോൾ അവരെ രക്ഷിക്കും എന്നുള്ളതായ അവരുടെ പ്രതീക്ഷയാകുന്നു എന്നുള്ളതാണ്. യേശുക്രിസ്തു യെരുശലേമിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. യെരുശലേമിലേക്ക് പോകുമ്പോൾ കുരിശും മുൾക്കിരീടവും നിറഞ്ഞതായ അനുഭവമാണ്. എന്നാൽ യേശുക്രിസ്തുവിൻ്റെ ജീവിതം അർത്ഥപൂർണമായി തീരുന്നത് ഈ യാത്രയിലൂടെയാകുന്നു എന്നുള്ളതാണ്. എല്ലാവരും ജയ് വിളിക്കുമ്പോൾ, എല്ലാവരും കുരുത്തോല പിടിച്ച്, എല്ലാവരും തങ്ങളുടെ വസ്ത്രങ്ങൾ വിതറി യേശുക്രിസ്തുവിനെ സ്വീകരിക്കുമ്പോൾ അത് താൽക്കാലികമായ ഒരു വരവേൽപ്പായി മാത്രം നമ്മൾ കാണുവാൻ സാധിക്കും. തൻ്റെ മുമ്പിലുള്ളത് കുരിശും മുൾക്കിരീടവുമാകുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് യേശു കർത്താവിലുള്ള വിശ്വാസം അടിയുറച്ച്, ആ രക്ഷകനിലുള്ള വിശ്വാസത്തിൽ അടിയുറച്ച് നമുക്ക് ജീവിക്കാം. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കട്ടെ. ആമീൻ. കർത്താവായ യേശു മിശിഹായുടെ കൃപയും ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധ റൂഹായുടെ സംബന്ധ സഹവാസവും വാഴ്വോടും നാം എല്ലാവരോടും കൂടെ എല്ലാ നാളും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമീൻ.